അഞ്ചൽ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 9ആയി. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ കരുകോൺ കിഴക്കേക്കര പുത്തൻ വീട്ടിൽ ലീലാമ്മ തോമസ്, അഞ്ചൽ ഷെരീഫ മൻസിലിൽ ഷെരീഫ മൻസിലിൽ ഷെഫീന, ഏറം സ്വദേശി രത്നമ്മ, അഗസ്ത്യക്കോട് ഹരിഭവനിൽ അനുപമ, അഗസ്ത്യക്കോട് നിഷ ഹൌസിൽ സബീർ മുഹമ്മദ്, ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ അർക്കന്നൂർ സ്വദേശി രഞ്ജിത്ത് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ബോധവത്കരണവും പ്രചരണവും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളുടെ പ്രവർത്തനവുമല്ലാതെ യാതൊന്നും അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പകർന്നു പിടിക്കുന്ന ഡെങ്കിയെ തടയുന്നതിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുപോലെ പരാജയപ്പെടുകയാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത 9 ഡെങ്കിപ്പനി ബാധിതരിൽ 6 പേരും അഗസ്ത്യക്കോട് നിവാസികളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ മഴക്കാലമായതോടെ വെള്ളം കെട്ടിനിൽക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന കൊതുകുകൾ പെരുകുന്നതിനും രോഗം ബാധിക്കുന്നതിനും കാരണമാകുന്ന ഈ സാധ്യതകൾ നിലനിൽക്കുമ്പോഴും റബ്ബർ തോട്ടങ്ങളും മറ്റും അനവധിയുള്ള ഈ മേഖലയിൽ റബ്ബർ പാൽ ശേഖരിക്കുന്ന ചിരട്ടകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളവും റോഡരികിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ അളവുമെല്ലാം നിയന്ത്രിക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു. പരിസര ശുചീകരണവും ബോധവത്കരണവും അഗസ്ത്യക്കോട് മേഖലയിൽ കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ കനത്ത പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.